നമസ്കാരം വ്യൂവേഴ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ, സവാള ചിക്കൻ, ഉള്ളി ചിക്കൻ. ഉള്ളി മാത്രം അതിൻ്റെ ഉള്ളിയും കരിവേപ്പിലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും മാത്രം, ഉപ്പും. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കിലോ ചിക്കൻ എടുത്ത് ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ട, ഇനി ഇതിലേക്ക് സവാള, ഇതിലേക്ക് വേണ്ടുന്ന സവാള ഇപ്പോൾ ആദ്യം ഇത് വേവിക്കാൻ വെക്കും. അത് കഴിഞ്ഞിട്ട് വേണ്ടുന്നതാണ് ഇത് സവാള. 1 കിലോ സവാളക്ക് 1/2 കിലോ, അല്ല 1 കിലോ കോഴിക്ക് 1/2 കിലോ സവാള. അപ്പോൾ 1/2 കിലോ എന്ന് പറയുമ്പോൾ ഒരു 5-8 എണ്ണം ഉണ്ടാവും നീളത്തിലരിഞ്ഞത്. 2-3-4 ഇത് 2-3-4 സ്പ്രിഗ്സ് ഇതും കരുവേപ്പിലയും. ഇത്ര ഇതിൻ്റെ രണ്ടാമത്തെ അക്കാര്യത്തിന് ആവശ്യമുള്ളൂ. ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇതിൽ ആവശ്യം. ഇപ്പം ആദ്യം ഞാൻ മഞ്ഞളും മുളകും ഉപ്പും ഇട്ട് വേവിക്കാൻ വെക്കും. വെള്ളമൊന്നും ഒഴിക്കൂല, ഇതിൻ്റെ അകത്ത് വരുന്ന വെള്ളമേ ഉണ്ടാവും. ഇതൊരു ഡ്രൈ ചിക്കനാണ്. ഇതിൻ്റെ പേര് ഉള്ളി ചിക്കൻ. ഈ 1 കിലോ ചിക്കന് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നു. ഹീറ്റ് ടീസ്പൂൺ 3 എണ്ണം വേണം. എരിവില്ല, ഇതിന് വേറെ എരിവ് ഉണ്ടാവുകയില്ല. ഇത്രയും 3 ടീസ്പൂൺ ഹീറ്റ്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന് ഇട്ടോളുക. ഞാനിപ്പോൾ കാണിച്ചു തരാം. 1 ടീസ്പൂൺ ഇത്ര ഉപ്പ് ഇടുക. പിന്നെ ബാക്കി വേണമെങ്കിൽ ഉപ്പ് എപ്പോൾ സൂക്ഷിച്ചിട്ടിടണം. കുറച്ച് കരുവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഇടും. എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് പെരക്കി വെക്കും. കുറച്ച് നേരം ഇത് റെസ്റ്റിങ്ങിന് വെക്കണം. എന്നിട്ട് വേവിക്കാൻ വെക്കണം. ഒരു തുള്ളി വെള്ളം ചിക്കനിൽ ഉണ്ടാവാൻ പാടില്ല. കഴുകിയെടുക്കുമ്പോൾ കഴുകി ഊറ്റി ഒറ്റ ഡ്രോപ്പ് തക്കണ്ട, ഒറ്റ ഡ്രോപ്പ് വെള്ളമില്ല. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പം. ഒരു ഇൻഗ്രീഡിയൻസും വേണ്ട. ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി വേണ്ട, പച്ചമുളക് വേണ്ട. ഉള്ളി ഇത് പെരക്കി വെച്ചിട്ടുണ്ടേ. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുപ്പിൽ വെക്കാം. പത്ത് മിനിറ്റ് പെരക്കി വെച്ച കോഴിയാണ് ഇത്. അതിൽ നിന്ന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. കുറച്ച് കണ്ടാ, ഇത്രേ വേണ്ടു. ഇനി തിളക്കുമ്പം വരും. ഞാൻ അടുപ്പിൽ വെക്കാം. അടച്ചിട്ട് വെക്കണം. നല്ല തിള വരുമ്പോൾ തീ കുറച്ച് വെക്കുക. വെന്ത ഉടനെ മാറ്റും. 5 മിനിറ്റ് ആയാലും ഞാനൊന്ന് തുറന്ന് നോക്കുന്നതാണ്. കണ്ട, തിളച്ചുകൊണ്ടിരിക്കുക. ഇത് വെള്ളം വരുന്നുണ്ട്. അങ്ങനെ ആയ ഉടനെ തീ കുറച്ച് വെച്ചാൽ കുറച്ച് വെള്ളം കിട്ടും. കണ്ടാ, തിളക്കുന്നതിൻ്റെ ഒച്ച കേട്ടാ. അടിയിൽ വെള്ളമുണ്ട്, ചട്ടി ആയതുകൊണ്ട്. ഇത് തീ കുറക്കുക. ഇത് വീണ്ടും അടച്ചു. ഇപ്പം നല്ലോണം വെള്ളം വരും. എന്നിട്ട് അതിൽ നിന്ന് വെന്തോളും. ഇതിങ്ങനെ തിളച്ച് ഈ പരുവത്തിലായിട്ടുണ്ട്. കണ്ടാ, ഇനി കുറച്ചും കൂടി ഒന്ന് വേവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിയിലിടുമ്പോൾ ഒന്നും കൂടി വേവും. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിൽ വെള്ളം വന്നിട്ടുണ്ടാവുമല്ലോ. ഇപ്പം നല്ലോണം വെള്ളം വന്നു. കണ്ടാ, ഇനി ഈ വെള്ളം വറ്റണം. ഈ വെള്ളം അതിൽ ഒഴിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇതിൽ തന്നെ കിടന്ന് വറ്റണം. തുറന്നു വെക്കാൻ പോവുക. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി വാട്ടാം. ഇപ്പം എല്ലാവർക്കും ഇപ്പം തിരക്കുള്ള ആൾക്കാരാണെങ്കിൽ അന്നേരം ചിക്കനിൽ തീരെ വെള്ളമില്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇറക്കി വെക്കുമ്പോൾ തീരെ വെള്ളം, ലേശം വെള്ളം വെച്ചിട്ട് പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ അതിൻ്റെതായ സമയത്തിന് വെച്ചാൽ മതി. അത്രയും നോക്കണ്ട. ഇതിൽ തന്നെ ഇപ്പം എത്ര വെള്ളം വന്ന് നോക്കണം. ഈ വെള്ളം പാറ്റണം. ഫ്രഷായിട്ട് മുറിച്ച് വാങ്ങുന്ന ചിക്കനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഈ ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ആകെയുള്ള ഇൻഗ്രീഡിയൻസ് വെറും ഉള്ളിയാണ്. ഉള്ളി ചിക്കനാണ്. ചെറിയ ഉള്ളിയല്ല, വലിയ ഉള്ളി ചിക്കൻ. പിന്നെ അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം എണ്ണ വേണ്ടി വരും. ഈ ഉള്ളി ഇതാകാൻ വേണ്ടി 100 grams അല്ലെങ്കിൽ 100 ml.
100 ml എന്ന് പറയുമ്പോൾ നിങ്ങളൊരു 3-4 ടേബിൾ സ്പൂൺ എടുത്തോ. കണ്ട ഇത്രയും എടുക്കണം. വെളിച്ചെണ്ണ ഉള്ളിയാണ് ഇതിൻ്റെ പ്രധാനം. ഇത്രയും എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി വേണമെങ്കിൽ നമുക്ക് അന്നേരം ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഞാൻ കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് കരിവേപ്പില ഇട്ടു. എന്നിട്ട് ഈ 1/2 കിലോ സവാളയാണ് ഇത്. 1/2 കിലോ തോല് പൊളിച്ച് എടുക്കണം. ഇതാണ് ഇതിൻ്റെ ആകെയുള്ള ഇൻഗ്രീഡിയൻസ്. ഇഞ്ചിയില്ല, വെളുത്തുള്ളിയില്ല, പച്ചമുളകില്ല, മല്ലിയിലയില്ല, ഒന്നുമില്ല. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഇതിൽ നല്ല അതിൻ്റെ നല്ല റെഡിയാവും. ബാക്കി ഇത് ഉള്ളി ഇതാകാനുള്ള ഉപ്പാണ്. ബാക്കി വേണമെങ്കിൽ നമുക്ക് അന്നേരം ഇടാം. ചിക്കൻ തിളച്ച് വേവുന്നുണ്ട്. അതിൽ നിന്ന് വന്ന വെള്ളം കണ്ട, അതോ വെള്ളം ഒഴിക്കരുത് എന്ന് പറഞ്ഞു. തീ കുറച്ച് വെച്ചാൽ വെള്ളം വരും. ഇങ്ങനത്തെ ചട്ടിയിൽ തന്നെ വെക്കണമെന്നില്ല. വേറെ പാത്രം ചീനച്ചട്ടിയിലായാലും നോൺ സ്റ്റിക്കിൻ്റെ ചീനച്ചട്ടിയിലായാലും മതി. അടിക്ക് കനമുണ്ടെങ്കിൽ ഇരുന്നേ ഉള്ളൂ. മെയിൻ ടൈമിൽ ചിക്കൻ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. രണ്ടും ഒരേ സമയത്ത് വെക്കുവാണെങ്കിൽ പണിയിടും. സവാളേൻ്റെ കളർ കണ്ട, 1/2 കിലോ സവാള എടുത്തിട്ട് കണ്ട. അതുകൊണ്ടാണ് ഇത് സവാള ചിക്കനാണെന്നല്ല. ഇത്രയും സവാള എടുത്താൽ ഇതിന് ആവശ്യമുള്ള സവാള വാടി വരുമ്പോൾ മോനിട്ട് വന്നിട്ട് ചെയ്യാൻ ഇങ്ങനെ പല കാര്യത്തിൽ ചെയ്യും. ഇടയ്ക്ക് കുറച്ച് കുത്തക്കേടും ഉണ്ട്. ഇതിലെ വെള്ളമെല്ലാം പറ്റിയ ചിക്കനിലെ കണ്ട ഞാൻ ഓഫാക്കുന്ന. ആ സമയം കൊണ്ട് ഉള്ളി കണ്ട 1/2 കിലോ ഉള്ളി വേണമെന്ന് ഞാൻ പറയാൻ കാരണം കണ്ട ഇങ്ങനെ വാടി വരുമ്പോൾ കുറവായിരിക്കും. മോനും ചൂടുണ്ട്, അതുകൊണ്ട് മോനും എടുക്കാൻ കഴിയില്ല കേട്ടാ. അമ്മമ്മേനെ ഹെൽപ്പ് ചെയ്താൽ മതി. അതിടുന്നില്ല, ചൂടുണ്ട്. ഈ ഇതിന് സ്വതവേ ഒരു കളറുണ്ട്. എന്നാലും ലേശ ആ ഉള്ളിക്കെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ സ്പൂണ് മുളക് പൊടി ഇങ്ങനെ കയറി കൊടുക്കുക. 1 ടീസ്പൂൺ ഉണ്ടാവും. ഇതെങ്ങനെ ആയി വരുമ്പോൾ ഈ ചിക്കൻ എടുത്തിട്ട് ഇതിലിട്ട് നല്ലോണം ഡ്രൈ ആക്കി. ഒന്നും ഇൻഗ്രീഡിയൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് ഈ ഉള്ളി മാത്രമേ ഉള്ളൂ. ഈ ഉള്ളീൻ്റെ ടേസ്റ്റ് മാത്രമേ ആ ചിക്കനിൽ ഉണ്ടാവൂ. ആ മുളക് ഉള്ളിമിൽ ഫുള്ളായി തീയാക്കുന്നുണ്ട്. ചിക്കനെങ്കിൽ ആ ഈ ഉള്ളിൻ്റെ ഫുൾ സത്ത് ഈ ചിക്കൻ്റെ മുകളിൽ പിടിക്കണം. എന്നിട്ട് ഡ്രൈ ആക്കി എടുക്കും. വെള്ളമൊന്നും ഉണ്ടാവില്ല, വേവിച്ചെടുത്തത് കൊണ്ട് വെള്ളം പറ്റിന്. ഈ ഉള്ളിയും ചിക്കനും കൂടി നല്ലോണം ഫ്രൈ ആയി. ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇടക്കിടക്കൊന്ന് ഇളക്കി. ഞാൻ എൻ്റെ ഇടയിലൊന്ന് ഉപ്പ് നോക്കാം. കുറച്ച് വേണം. ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ ഡ്രൈ ആവട്ടെ. ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. തിരക്കില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഉള്ളി മൊരിയാൻ തുടങ്ങി. ഇതാണ്ട ഉള്ളി ഇങ്ങനെ മൊരിയുന്നുണ്ട്. നമ്മൾ ബിരിയാണിക്കെല്ലാം ഇടേണ്ട നേരെ വറുത്തിടുന്ന ആ പാകമാകുമ്പോൾ അന്നേരം പൊട്ടാൻ തുടങ്ങും ചിക്കൻ. പാവും തീയത്തിൽ തന്നെയാണ് ഉള്ളത്. ഉള്ളി മൊരിഞ്ഞ് വരുന്നുണ്ട്. ഉള്ളിയെല്ലാം മൊരിഞ്ഞ് കണ്ടോ. ഒന്നും കൂടി ഡ്രൈ ആയിക്കോട്ടെ. അപ്പോൾ തന്നെ അങ്ങനെ നമ്മളെ സവാള ചിക്കൻ ഉള്ളി ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഓഫാക്കുന്നതാണ്. ചിക്കൻ റെഡി.